ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലോ അതല്ല വളരെ പെട്ടെന്ന് കറി റെഡിയാക്കണം എന്നുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു വഴുതനങ്ങ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏത് രീതിയിലുള്ള വഴുതനങ്ങയാണോ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്യാം. പച്ചക്കളറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അത് നമ്മൾ വീട്ടിലുണ്ടാവുന്നതാണെങ്കിൽ അതൊക്കെയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഞാനിപ്പം ഈ ഒരു 2 കളറിലുള്ള വഴുതനങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് വഴുതന വേണമെങ്കിൽ വെച്ചിട്ടും ചെയ്യാം. വഴുതന നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നീളത്തിൽ അത്യാവശ്യം കട്ടിയോടുകൂടെ മുറിച്ചെടുക്കണം. വളരെ തിന്നായിട്ട് മുറിച്ചെടുക്കണ്ട, കാരണം വേവിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും. ഈ ഒരു രീതിയിൽ മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ കറി റെഡിയാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല രീതിയിൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പം 1 ടേബിൾ സ്പൂൺ ആവുന്ന സമയത്ത് ഒരു നോർമൽ എരിവായിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. ഒരു 1-2 പച്ചമുളക് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. മുളക് ഇനി കൂടുതൽ വേണമെന്നുള്ളവർക്കാണ് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, കാരണം നമ്മളിത് പുളി ഒഴിച്ചിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം എരിവ് ഉണ്ടാവുന്നത് നല്ലതാണ്. പിന്നെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4-5 ചെറിയുള്ളി ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുക. വളരെ ചെറുതായിട്ടൊന്നുമല്ല, ഒരു ചെറിയുള്ളി ഒരു 2-3 പീസാക്കിയാൽ മതി. ഇതിനില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, ഉള്ളവർക്ക് എടുക്കാം. ഇനി ആദ്യം പറഞ്ഞതുപോലെ തന്നെ വഴുതന പുളി ഒഴിച്ചിട്ടാണല്ലോ വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വാളൻ പുളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാമ്പാറിലൊക്കെ എടുക്കുന്ന ആ പുളി, ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും പുളിക്ക് എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വലിപ്പത്തിലുള്ളത് പാകം പുളിയായിരിക്കും. ഇനി ഇതിലേക്കൊരു 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം വെള്ളം വേണം. 1.5 കപ്പ് എന്ന് പറയുന്നു, അതായത് നമ്മൾ ആ ഒരു വഴുതനങ്ങയുടെ മുകൾ ഭാഗത്ത് ഏകദേശം എത്തുന്ന രീതിയിലുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുളക് പൊടി ഉപ്പൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ. നമ്മൾ ആദ്യം ഗ്യാസ് ഓൺ ചെയ്തിട്ടൊന്നുമില്ല, എല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്താൽ മതി. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. വഴുതന ആയതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇതിപ്പോൾ കാണുന്ന സമയത്ത് അത്യാവശ്യം വലിയ പീസായിട്ടായിരിക്കും വഴുതന കാണുന്നത്, പക്ഷേ വേവുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് ഉടഞ്ഞ് കറക്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ കൂടുതലുണ്ടാവും. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ വെള്ളമൊക്കെ കുറച്ചുകൂടെ കൂടുതലായിട്ട് വന്നിട്ടുണ്ടാവും. കാണുന്ന സമയത്ത് മനസ്സിലാണല്ലോ വഴുതന അത്യാവശ്യമൊക്കെ വെന്ത് വരുന്നുണ്ടാവും. പക്ഷേ ഇത്രയ്ക്ക് ഗ്രേവി വേണ്ട, കുറച്ചുകൂടെ ഗ്രേവി ഒന്ന് വറ്റിക്കോട്ടെ. ഇനി ഇത്രയ്ക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ. വഴുതന ഈ ഒരു സമയത്ത് തന്നെ അത്യാവശ്യം വെന്തിട്ടൊക്കെ ഉണ്ടാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇങ്ങനെ ആവുന്ന സമയത്ത് വഴുതനങ്ങ ഒന്ന് വെന്തുടഞ്ഞ് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ഇത് ഒരുപാട് സമയം ഇനിയും വറ്റിക്കേണ്ട, കാരണം ഈ ഒരു ഗ്രേവിയൊക്കെ ആവുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മുഴുവനായിട്ട് വറ്റിക്കാൻ നിന്നാൽ തണുത്ത് കഴിയുന്ന സമയത്തേക്ക് പിന്നെയും ഈ ഗ്രേവി കുറുകിയിട്ട് തീരെ ഗ്രേവി ഇല്ലാതായി പോകും. ഗ്രേവി അത്യാവശ്യം ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 പിഞ്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പുളി ചേർത്തിട്ടുള്ള കറിയല്ലേ, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് വറുത്തൊഴിക്കാം. വേണ്ടാന്നുള്ളവർക്കാണെങ്കിൽ കടുക് വറുക്കാതെ തന്നെ ആ ഒരു പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തന്നെ സെർവ് ചെയ്യാം. കുറച്ചുകൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് കടുക് വറുക്കുക. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആയിരിക്കും കേട്ടോ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. എണ്ണ ചൂടാവുന്ന സമയത്തേക്ക് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടുന്ന സമയത്ത് തന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുക. ഉലുവ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പുളി ചേർത്തിട്ടുള്ള കറിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ലതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഒരു 2 നുള്ളു മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ടല്ല, നല്ലൊരു കളറിനും പിന്നെ കറിക്ക് നല്ലൊരു മണം, ഒരു സ്പെഷ്യൽ ടേസ്റ്റും കിട്ടും മുളക് പൊടി എണ്ണയിൽ ഒരു ഇത്തിരി വറുത്തിടുകയാണെങ്കിൽ. ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വഴുതനങ്ങ മുളകിട്ട കറി എന്ന് പറയുന്നത്. വളരെ എളുപ്പമല്ലേ ശരിക്കും. ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ വഴുതനങ്ങ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ചേരുവകളൊക്കെ വീട്ടിലുണ്ടാവുന്നത് തന്നെയായിരിക്കും. വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. ഈ ഒരു ഗ്രേവി, അതായത് തിക്കായിട്ട് ഗ്രേവിയിൽ ശരിക്കും ഒരു മീൻ കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. മീനില്ല, വഴുതനങ്ങയാണെന്നേ ഉള്ളൂ.
നല്ല ചൂടുള്ള ചോറിൻ്റെ ഒക്കെ കൂടെ ഈ ഒരു കറി മാത്രം മതി നന്നായിട്ട് ചോറ് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഒരു കൊണ്ടാട്ടമുളകും അതുപോലെ തന്നെ ഒരു വടുക വറുത്തതോടെ വെച്ചിട്ടുണ്ട്. ഈ വടുകയുടെ റെസിപ്പി കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വയനാട്ടിലായതുകൊണ്ട് തന്നെ ഒരു വയനാട് സ്പെഷ്യലാണ് ശരിക്കും ഈ വടുക. പക്ഷെ നാട്ടിൽ പോയ സമയത്തൊന്നും അതിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ചുണ്ടക്കായൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ വഴുതനങ്ങ കറി നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്